നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. കടപ്പുറം ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡിൽ NK അക്ബർ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച മിനി മാസ്റ്റർ ലൈറ്റ് വെളിച്ചെണ്ണപ്പടി സെന്ററിൽ NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൗക്കത്ത് അധ്യക്ഷയായി. വാർഡ് മെമ്പർ മുഹമ്മദ് മാഷ്, മെമ്പർ റാഹില വഹാബ്, മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU ഡിവിഷൻ പ്രസിഡന്റ് ഉമർ മനാഫ്, PA ഹസീബ് എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി മങ്ങാട് ചാത്തംകുളം റോഡിന് സമീപം സ്കൂട്ടറിൽ നിന്ന് വീണ് ഗൃഹനാഥന് പരിക്കേറ്റു. ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് അപകടമുണ്ടായത്. ഇരിങ്ങപ്പുറം പള്ളത്ത് വീട്ടിൽ വേണുവിനാണ് പരിക്കേറ്റത്. പരിക്കേറ്റയാളെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അകലാട് ലോറിക്ക് പിറകിൽ പോലീസ് ജീപ്പ് ഇടിച്ച അപകടം. 2 പോലീസുകാർക്ക് പരിക്കേറ്റു. കൊല്ലം ചവറ സ്വദേശികളായ സുരാജ്, വിനീഷ് എന്നിവർക്കാണ് പരിക്കുപറ്റിയത്. ചാവക്കാട് പൊന്നാനി ദേശീയപാതയിലെ അകലാട് ഒറ്റൈനിയിൽ വെച്ചായിരുന്നു അപകടം നടന്നത്. കൊല്ലം തെക്കുഭാഗം പോലീസ് സ്റ്റേഷനിലെ ജീപ്പ് ലോറിക്ക് പിറകിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ നിസ്സാര പരിക്കേറ്റ പോലീസുകാരെ അകലാട് മൂന്നൈനി VKR ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേശീയപാത അധികൃതരുടെ അനാസ്ഥ. അണ്ടത്തോട് പെരിയമ്പലം വേട്ടേക്കരൻ ക്ഷേത്രകുളത്തിലെ ജലം മലിനമായതായി ആക്ഷേപം. ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച കാനയിൽ നിന്നുള്ള മാലിന്യം ഒഴുകിയെത്തിയതോടെ കുളം ഉപയോഗശൂന്യമായി. വെള്ളം മലിനമായതോടെ കുളം ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. റോഡിന്റെ ഇരുവശങ്ങളിലുള്ള കാനകളും ക്ഷേത്രകുളത്തിന് സമീപമാണ് ബന്ധിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ കാനയ്ക്ക് സൈഡ് ഭിത്തിയില്ലാത്തതിനാൽ ഇരുവശങ്ങളിൽ നിന്നും കിലോമീറ്റർ ദൂരത്തിലുള്ള വെള്ളവും ചളിയും കുത്തിയൊലിച്ച് കുളത്തിലേക്കാണ് എത്തുന്നത്. കഴിഞ്ഞ ദിവസം വെള്ളത്തോടൊപ്പം ചീഞ്ഞളിഞ്ഞ നായയുടെ ജഡവും കുളത്തിൽ അടിഞ്ഞിരുന്നു. ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നാട്ടുകാരാണ് കുഴിച്ചുമൂടിയത്. കുളത്തിന്റെ കൽപ്പടവുകളും തകരാറിലായ അവസ്ഥയിലാണ്. ഭക്തരുടെ പ്രതിഷേധത്തെ തുടർന്ന് ദേശീയപാത അധികൃതർ ഭിത്തിക്ക് പകരം മണ്ണ് കൊണ്ടുവന്നു തട്ടി താൽക്കാലിക പരിഹാരമുണ്ടാക്കി. ശക്തമായ മഴ പെയ്താൽ ഇത് കൂടുതൽ ദുഷ്കരമാകും. ദേശീയപാത അതോറിറ്റി ഇടപെട്ട് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹി PR ബാബു ആവശ്യപ്പെട്ടു. ഇത് ചെയ്യാൻ അവരിപ്പോൾ കുറച്ച് മണ്ണ് ഇവിടെ കൊടുത്തിട്ട് ആ ഹോള് അടച്ചിരിക്കുകയാണ്. ഹോള് മറ്റുള്ളവർ കാണാതെ ഇരിക്കുക, ഹോള് അടച്ചിരിക്കുക. ഇവിടെ ഈ പോസ്റ്റ് ചാഞ്ഞ് കിടന്നിരുന്നാണ് ഇലക്ട്രിക് പോസ്റ്റ്, അതൊന്ന് നിർത്തി വെച്ചിട്ട് മണ്ണിട്ട് പോയിരിക്കുകയാണ്. അതുകൊണ്ട് യാതൊരു പ്രതിവിധിയും ഇല്ല. ഇനിയും വെള്ളം വന്ന് മഴ പെയ്ത് വെള്ളം വന്നാൽ ഇതിലേക്കാണ് ഒഴുകി വരിക. അപ്പോൾ അതിനുള്ള ഒരു പ്രതിവിധി കണ്ടേ പറ്റൂ, അടിയന്തരമായിട്ട് കണ്ടേ പറ്റൂ. കുളം ശുദ്ധീകരിച്ച് തരും വേണം. അതിതീവ്ര വംശനാശ ഭീഷണി നേരിടുന്ന CGM ട്രാവൻകോറിക്കം വിഭാഗത്തിൽപ്പെടുന്ന കുളവെട്ടി മരങ്ങൾക്ക് തണലായി തൃശൂർ സെന്റ് തോമസ് കോളേജിലെ ബോട്ടണി വിഭാഗം വിദ്യാർത്ഥികൾ. ലോകത്ത് ആകെയുള്ള കുളവെട്ടി മരങ്ങൾ 400-ൽ താഴെയാണ്. കേരളത്തിൽ കലശമലയിലാണ് അതിൽ ഏറിയ പങ്കും നിലനിൽക്കുന്നത്. 2019-ൽ എളവള്ളി പഞ്ചായത്തിൽ അസിസ്റ്റന്റ് സെക്രട്ടറിയായിരുന്ന MK ആൽഫ്രഡ്, തൃശൂർ സെന്റ് തോമസ് കോളേജ് ബോട്ടണി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ PV ആൻഡോ എന്നിവർ ചേർന്നാണ് എളവള്ളി കണിയാംതുരുത്തിൽ 40 കുളവെട്ടി മരത്തൈകൾ വെച്ചുപിടിപ്പിച്ചത്. കാലാവസ്ഥയും മണ്ണും ചതുപ്പും കുളവെട്ടിക്ക് അനുകൂലമായതിനാൽ മരങ്ങൾ തഴച്ചു വളർന്നു. മുളച്ചുകിട്ടാൻ വളരെ പ്രയാസമുള്ള കുളവെട്ടി വിത്തുകൾ പ്രത്യേക പരിചരണത്തോടെയാണ് മുളപ്പിച്ചെടുത്തത്. 1 വർഷത്തിനു ശേഷം പുതിയ ഭരണസമിതി ചുമതലയെടുത്തതോടെ പ്രസിഡന്റ് ജിയോ ഫോക്സിന്റെ നേതൃത്വത്തിൽ എളവള്ളിയിൽ കുളവെട്ടി മരങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുകയും പ്രത്യേക സോണായി നിലനിർത്തുകയും ചെയ്തു. കൂടാതെ 21 പുതിയ തൈകൾ ബണ്ടരികുകളിൽ നട്ടിരുന്നു. 8 മാസം മുമ്പ് കുളവെട്ടിമരങ്ങൾ സന്ദർശിച്ച തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് കേരളത്തിൽ കുളവെട്ടിമരങ്ങൾ വ്യാപകമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടുതൽ കുളവെട്ടി മരത്തൈകൾ ശാസ്ത്രീയമായി ഉൽപ്പാദിപ്പിക്കുന്നതിന് തൃശൂർ സെന്റ് തോമസ് കോളേജ് ബോട്ടണി വിഭാഗം വിദ്യാർത്ഥികൾ പദ്ധതി തയ്യാറാക്കുകയായിരുന്നു. സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിന്റെ ധനസഹായവും പദ്ധതിക്ക് അനുവദിച്ചിട്ടുണ്ട്. കുളവെട്ടിമരത്തിന്റെ തൈകൾ ഉൽപ്പാദിപ്പിച്ച് വളർത്തിയെടുക്കുന്ന നഴ്സറിയുടെ പ്രവർത്തന ഉദ്ഘാടനം എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് നിർവഹിച്ചു. ജൈവവൈവിധ്യ പരിപാലന സമിതി കൺവീനർ CT ജാൻസി അധ്യക്ഷനായി. പ്രൊഫസർ TV ആൻഡോ, പ്രശാന്തി ജിജീഷ്, MR രാജു എന്നിവർ സംസാരിച്ചു. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ പ്രയാസങ്ങൾ മാറ്റി മത്സ്യബന്ധനം സുഗമമാക്കുന്നതിന് പൊന്നിയൂർ പഞ്ചായത്ത് അധികൃതർ മുൻകൈയെടുക്കണമെന്ന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സുരേന്ദ്രൻ മരക്കാർ ആവശ്യപ്പെട്ടു. പൊന്നിയൂർ പഞ്ചായത്ത് 1ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത് അപ്പുറത്തൊരു കാന നിർമ്മിക്കാനാണെങ്കിൽ, അപ്പുറത്തൊരു തോട് നിർമ്മിക്കാനാണെങ്കിൽ നിങ്ങൾ എത്രയോ ശുഷ്കാന്തിയോടുകൂടി അത് ചെയ്യാനുള്ള വ്യഗ്രത കാണിക്കുന്നു. ഞങ്ങളതിൽ മനസ്സിലാക്കുന്നത് ഈ തടികൾ, ഈ മരങ്ങൾ കടലിൽ നിന്ന് എടുത്തു മാറ്റുമ്പോൾ നിങ്ങൾക്കതിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള ഫലവും കിട്ടില്ല
എന്നുള്ളൊരു തിരിച്ചറിവും അപ്പുറത്തൊരു കാന നിർമ്മിക്കുമ്പോൾ നിങ്ങൾക്ക് പോക്കറ്റ് നിറയെ കാശ് കിട്ടുമെന്നുള്ള ഒരു തോന്നലും ഉണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് മത്സ്യത്തൊഴിലാളികളുടെ പ്രയാസങ്ങൾ മാറ്റി ഇവരെ മത്സ്യബന്ധനത്തിന് അനുയോജ്യമായ ഒരു കടൽ തീരമാക്കി മാറ്റാൻ ഭരണാധികാരികൾ ശ്രദ്ധിക്കാത്തതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. കാലവർഷം ശക്തിയാർജിച്ചപ്പോൾ കടൽക്കരയിലുണ്ടായിരുന്ന കാറ്റാടിമരങ്ങളും തെങ്ങുകളും കടപുഴകി വീണു. ഇത് കടലിൽ കിടക്കുന്നത് മൂലം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനം നടത്താൻ കഴിയാത്ത അവസ്ഥയാണ്. മരക്കൊമ്പിൽ വലകൾ കുടുങ്ങുകയും യാനങ്ങൾ കേടുവരികയും ചെയ്യുന്ന അവസ്ഥയുമുണ്ട്. കടലിൽ നിന്നും ഇവ നീക്കം ചെയ്യുവാൻ പഞ്ചായത്ത് മുൻകൈയെടുക്കണം എന്നാവശ്യപ്പെട്ട് അധികൃതർക്ക് നിവേദനം നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ച് മന്ദലാംകുന്ന് ബീച്ചിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം നടത്തി. വാർഡ് പ്രസിഡന്റ് കെ അക്ബർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി മൗഷൂഖ് സ്വാഗതം പറഞ്ഞു. മത്സ്യത്തൊഴിലാളി സംസ്ഥാന നിർവാഹക സമിതി അംഗം ഷാജഹാൻ, വടക്കേക്കാട് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റും പുന്നിയൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ PK ഹസൻ, ജില്ലാ കമ്മിറ്റി മെമ്പർ നവാസ് കിഴക്കൂട്ട്, ഷർബാനൂസ് പണിക്ക വീട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഷാഹു പള്ളത്ത്, നൌഷാദ്, അലവി തുടങ്ങിയവർ നേതൃത്വം നൽകി. വേലൂർ സൗപർണിക ജ്വല്ലറി ഉടമ ഉണ്ണികൃഷ്ണന്റെ പിതാവിന്റെ സ്മരണയ്ക്കായി വേലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ OP വിഭാഗത്തിലേക്ക് ടെലിവിഷൻ സൗജന്യമായി നൽകി. തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ S. പാണ്ഡ്യൻ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റോസിലിന് ടെലിവിഷൻ കൈമാറി. പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി, വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂർ തിരുവെങ്കിട ജലപതി ക്ഷേത്രത്തിലേക്ക് നഗരസഭാ കൗൺസിലർ VK സുജിത്ത് ക്ലോക്ക് സമർപ്പിച്ചു. ക്ഷേത്രമുറ്റത്തു നടന്ന ചടങ്ങിൽ VK സുജിത്തിൽ നിന്നും ക്ഷേത്രസമിതി പ്രസിഡന്റ് ശശി വാർനാട്ട്, മാനേജർ P. രാഘവൻ നായർ എന്നിവർ ഏറ്റുവാങ്ങി. ക്ഷേത്രസമിതി ജോയിന്റ് സെക്രട്ടറി ബാലൻ വാർനാട്ട്, ക്ഷേത്ര ജീവനക്കാരായ ഉണ്ണികൃഷ്ണൻ കാഞ്ഞുള്ളി, ഹരി വടക്കൂട്ട്, മൂത്തേടത്ത് സുരേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ജൂൺ 4 ദേശീയ ടൈലറിംഗ് ദിനം. കുന്നംകുളം ചെറുവത്താനി സ്വദേശി ചന്ദ്രബാലന്റെ തയ്യൽ ജോലിക്ക് 5.5 പതിറ്റാണ്ടിന്റെ സമർപ്പണമുണ്ട്. കുന്നംകുളം താഴത്തേപ്പാറ ഭാവന തിയേറ്ററിന് മുൻവശം ചെറിയ മുറിയിലിരുന്നാണ് 76-കാരനായ ചന്ദ്രബാലൻ ജീവിതം തുന്നിയെടുക്കുന്നത്. ഓണം, വിഷു, ക്രിസ്മസ്, റംസാൻ, ബക്രീദ്, പള്ളിപ്പെരുന്നാൾ ഏതാഘോഷങ്ങൾക്കും പുതുവസ്ത്രമണിയണമെങ്കിൽ ചന്ദ്രബാലന്റെ നൂലിഴകളിൽ തയ്ച്ചെടുത്ത ഷർട്ടും പാൻറ്റും വേണം. ഈ കാലയളവ് വരെ പുരുഷന്മാരുടെ വസ്ത്രങ്ങൾ മാത്രമാണ് തുന്നിയിട്ടുള്ളത്. 11ാം വയസ്സിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ടൈലറിംഗ് പണിയോട് ഇഷ്ടം തോന്നി. 5 വർഷം കൊണ്ട് സ്വന്തമായി തയ്യൽ ജോലി ചെയ്യാൻ പഠിച്ചു. 1970 മുതൽ സ്വന്തമായി തയ്യൽക്കട തുടങ്ങി. സ്കൂൾ തുറക്കുമ്പോൾ യൂണിഫോമുകളുടെ തിരക്കായിരിക്കും. വർഷങ്ങളുടെ കുതിച്ചുചാട്ടത്തിൽ 1000-ലധികം വിവാഹങ്ങൾക്ക് മണവാളന്റെ ഡ്രസ് തുന്നിയെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. സഹായത്തിനായി 4 പേർ വേറെയുമുണ്ട്. പുതുമ നിറഞ്ഞ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ മാർക്കറ്റിൽ ലഭിക്കുന്നുണ്ടെങ്കിലും ചന്ദ്രബാലൻ തുന്നിയാലേ പലർക്കും വസ്ത്രങ്ങളുടെ കാര്യങ്ങളിൽ തൃപ്തി വരികയുള്ളൂ. പ്രായവ്യത്യാസമില്ലാതെ ആരോട് ചോദിച്ചാലും ബാലന്റെ തുന്നലിന് ആരാധകർ ഏറെയാണ്. കുന്നംകുളം മേഖലയിൽ നിരവധി പേർ ഇദ്ദേഹത്തിന്റെ ശിക്ഷണത്തിൽ തയ്യൽ അഭ്യസിച്ചിട്ടുമുണ്ട്. മൂത്ത മകൻ ജുബീഷ് പിതാവിന്റെ പാത പിന്തുടരുന്നുണ്ട്. പ്രശസ്ത അഭിനേതാവ് മോഹൻലാലിന്റെ ഷർട്ട് നൽകുവാൻ കഴിഞ്ഞത് കുടുംബത്തിന് അഭിമാനമാണ്. പുതുമ നഷ്ടപ്പെടാതെ ഷർട്ട്, പാൻറ്റും എന്നിവ തയ്ക്കാൻ യുവാക്കൾ നേരത്തെ ഇദ്ദേഹത്തെ തന്നെ ബുക്ക് ചെയ്യും. ഉപഭോക്താക്കളുടെ വിശ്വസ്തത സ്വന്തമാക്കിയ ഇദ്ദേഹം സാധാരണക്കാർക്ക് പരമ്പരാഗത വസ്ത്രങ്ങൾ മുതൽ ആധുനിക ഫാഷനിലുള്ള വസ്ത്രങ്ങൾ വരെ തയ്ച്ചു നൽകും. റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ അതിപ്രസരത്തിലും ചെറുശാലയിൽ ഏത് ദിവസവും കഠിന പ്രയത്നം ചെയ്ത് തുണിയിൽ മാത്രമല്ലാതെ മനസ്സിലെ സ്നേഹവും സമർപ്പണവും നൽകുകയാണ് ചന്ദ്രബാലൻ. അംബികയാണ് സഹധർമ്മിണി. ജുബീഷ്, ജൂന, ജിജോഷ് എന്നിവർ മക്കളും വിമി, അജിതൻ, അശ്വതി എന്നിവർ മരുമക്കളുമാണ്. കാലിക്കറ്റ് സർവകലാശാല LLB പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ അഡ്വക്കേറ്റ് ജൂലിയ ഷാജനെ എരുമപ്പെട്ടി പൗരാവലി ആദരിച്ചു. ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ VC ബിനോജ്, എരുമപ്പെട്ടി പ്രസ് ക്ലബ് പ്രസിഡന്റ് റഷീദ് എരുമപ്പെട്ടി, സെക്രട്ടറി KR രാധിക, പൊതുപ്രവർത്തകരായ KT റിനോൾഡ്, PC അബ്ബാൽമണി, PT ജോസഫ്, AL ജോണി ആളൂർ, ഫാദർ സിബി ജോൺ തുടങ്ങിയവർ ആശംസയർപ്പിച്ചു. എരുമപ്പെട്ടി ചെറുവത്തൂർ വീട്ടിൽ ഷാജൻ JC ദമ്പതികളുടെ മകളാണ്. പൂക്കോട് 2ാം വാർഡ് പിള്ളക്കാട് UDF വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമര റാലി നടത്തി. കോട്ടപ്പടി പിള്ളക്കാട് 500 റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ നടത്തിയ പ്രതിഷേധ റാലി ചെയർമാൻ ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. 500 മുതൽ ഉപ്പുതോട് വരെയാണ് റാലി നടത്തിയത്. ബൂത്ത് പ്രസിഡന്റ് VS അഷ്ഫാഖ് അധ്യക്ഷത വഹിച്ചു.
അഷ്റഫ്, നജീബ്, നൌഫൽ, ലുത്തുഫി, കോർഡിനേറ്റർ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. വാർഡ് പ്രസിഡന്റ് ഗിരീഷ് സ്വാഗതവും മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രസിഡന്റ് ഹമീദ് നന്ദിയും പറഞ്ഞു. ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് അനുവദിക്കപ്പെട്ട ഫണ്ട് PWD ഓഫീസിൽ എത്തിയിട്ടുണ്ട് എങ്കിലും അതിന്റെ പ്രവർത്തന എസ്റ്റിമേറ്റുകളോ ഈ റോഡിന്റെ പണി എന്ന് പുനരാരംഭിക്കും എന്നോ പറയാൻ അധികാരി വർഗങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പിള്ളക്കാട് 500 റോഡിന്റെ ഈ ശോചനീയാവസ്ഥ പരിഹരിച്ചില്ലെങ്കിൽ അതിശക്തമായ സമരപരിപാടികളുമായി UDF നേതൃത്വം മുന്നോട്ടു പോകും എന്ന് മാത്രം ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9,090 രൂപ, പവന് 72,720 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 113 രൂപ. ചരമം. കുന്നംകുളം YMCA റോഡിൽ പുലാക്കൽ പരേതനായ ജോബ് ഭാര്യ ജെസി നിര്യാതയായി. 59 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച വൈകിട്ട് 3 മണിക്ക് ആർത്താറ്റ സെന്റ് മേരീസ് പള്ളി സെമിത്തേരിയിൽ നടക്കും. അഖില, ഗീവർഗീസ് എന്നിവർ മക്കളാണ്. കുന്നംകുളം കീഴൂർ പാറപ്പുറത്ത് ദാമോദരൻ ഭാര്യ കാർത്തിയായനിയമ്മ നിര്യാതയായി. 92 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച 2-ന് പാമ്പാടി ഐവർ മഠത്തിൽ നടക്കും. സജീവ്, ഷൈലജ എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.